12th ബോർഡ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നീറ്റിനേക്ക് ഈ വർഷത്തെ നീറ്റിന് ഒരു 40 to 45 ഡേയ്സ് ഏകദേശം ആ ഒരു ടൈം പീരീഡ് ഉണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ലെവൽ. ഓൾറെഡി നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്നതിനേക്കാളും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസുകളൊക്കെ ചെയ്യലാണ്. ഇപ്പോൾ നമ്മുടെ ഡോപ്പയിൽ മാരത്തോൺ എക്സാംസ് നടത്തുന്നുണ്ട്. അതൊരു ഐഡിയൽ ടെസ്റ്റ് സീരീസാണ്. അതായത് മാരത്തോൺ എക്സാമിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പ്രോഗ്രസീവായിട്ട് ഇൻക്രീസ് ചെയ്യും ടെസ്റ്റുകളുടെ എണ്ണം. ആദ്യം നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് ടെസ്റ്റുകൾ നടത്തും. അതങ്ങനെ നമ്മൾ ഫുൾ പോർഷൻ കവർ ചെയ്തതിന് ശേഷം പിന്നെ എൻ്റയർ ഫിസിക്സ്, എൻ്റയർ കെമിസ്ട്രി, എൻ്റയർ ബയോളജി എന്നുള്ള രീതിയിൽ 3 എക്സാമുകൾ നടത്തും. അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുൾ പോർഷൻ നമ്മൾ ടെസ്റ്റ് പേപ്പേഴ്സ് നൽകും. സോ ഇതുപോലുള്ള ടെസ്റ്റ് സീരീസുകൾ ജോയിൻ ചെയ്യലാണ് ഓൾറെഡി നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് നല്ലത്. ഇപ്പോൾ നിങ്ങൾ മറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് നീറ്റിനെ പറ്റി കേൾക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെ പാരൻസ് പറയണം, ഫാമിലി മെമ്പേഴ്സ് പറയണം ഈ വർഷം നീറ്റ് എഴുതുക. അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് അങ്ങനെ സീരിയസ് പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഒരു ടെസ്റ്റ് സീരീസിനേക്കാളും നല്ലത് ഒരു ക്രാഷ് കോഴ്സാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാം പാറ്റേണും കാര്യങ്ങളും എങ്ങനെയാണ് എന്നറിയുക. ഒരു ക്രാഷ് കോഴ്സിലൂടെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡോപ്പയുടെ ക്യാപ്സ്യൂൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ പെർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം A to Z കവർ ചെയ്യുക എന്നുള്ളതല്ല. ലാസ്റ്റത്തെ ഒരു 40 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 45 ഡേയ്സ് ആദ്യമായിട്ട് ഒരു നീറ്റ് തുടങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് റിവിഷന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് വേണ്ട റിസോഴ്സസ്, എക്സാംസ്, ടെസ്റ്റ് സീരീസ് ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്കൊരു ക്രാഷ് കോഴ്സാണ് കൂടുതൽ പ്രിഫറബിൾ എന്നുള്ളത്. ഇനി നിങ്ങൾ സ്വന്തം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വെദർ ഇറ്റ് ഇസ് ടെസ്റ്റ് സീരീസ് ഓർ ക്രാഷ് കോഴ്സസ്, നിങ്ങൾ എന്ത് ജോയിൻ ചെയ്താലും നിങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ എപ്പോഴും ആവശ്യമാണ്. നെക്സ്റ്റ് ഒരു 40 ഡേയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ 3 റിവിഷൻ മിനിമം ചെയ്യാൻ നോക്കണം. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഒരു 20 ഡേയ്സിൻ്റെ ഇടയിൽ ഈ 100 ചാപ്റ്റേഴ്സ്, റഫ്ലി 100 ചാപ്റ്റേഴ്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് റിവിഷൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യുക. ആൻഡ് 1 ഫൈനൽ ലാപ്പ് ഓഫ് റിവിഷൻ ബിഫോർ യുവർ നീറ്റ് എക്സാം ആ ലാസ്റ്റ് വീക്ക് കൂടി ചെയ്യുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഇനിയുള്ള എല്ലാ ദിവസവും നിങ്ങൾ മിനിമം ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും സോൾവ് ചെയ്യാൻ നോക്കുക, ആനലൈസ് ചെയ്യാൻ നോക്കുക. സോ മേക്ക് യുവർ പ്ലാൻ അക്കോർഡിംഗ്ലി ആൻഡ് വർക്ക് ഫോർ ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്.